നമ്മുടെ അയ്യത്തെ കാച്ചിൽ മാന്താൻ പോകട്ടോ. അപ്പോൾ ഇതാണ് കാച്ചിൽ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം അമ്മ വിത്തിട്ട് കിളിച്ച കേട്ടോ ഈ കാച്ചിൽ. അപ്പോൾ ഞാനും അമ്മയും കൂടെ അത് മാന്തി എടുക്കാൻ പോകുന്നത്. കുറച്ച് പാടട്ടോ നമുക്ക് മാന്തി എടുക്കാന്ന് പറഞ്ഞാൽ നല്ല പണിയുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാറിയും തിരിഞ്ഞ് അത് മാന്തി എങ്ങനെയെങ്കിലും വെളിയിൽ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുക. ഇതിപ്പോൾ 2 മൂടുണ്ട് കേട്ടോ. 2 മൂടാണ് അമ്മ നട്ടത്. ഒരെണ്ണമില്ല ഉണ്ടക്കാച്ചൽ എന്ന് പറഞ്ഞാൽ ഒന്നില്ല എലിവാലം കാച്ചിലില്ല. ഇനി നമുക്ക് മമ്മൂട്ടി വെച്ച് ഇതുപോലെ 4 സൈഡ് ഇതുപോലെ ഒന്ന് കുത്തികളൊക്കെ കൊടുത്തിട്ട്. വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മരത്തിൻ്റെയൊക്കെ വേര് ഇതിൻ്റെ ഇടയ്ക്കോട്ട് പോയേക്കുന്നതുകൊണ്ട് നമുക്ക് മാന്തി എടുക്കാൻ കുറച്ച് പാടായിരിക്കും. കണ്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂടി ആ കാച്ചിൽ വളരെ കഷ്ടപ്പെട്ട് മാന്തി എടുത്ത്. അപ്പോൾ നമ്മളിത് എടുത്തപ്പം അതിനകത്തുനിന്ന് കുറച്ച് ഒടിഞ്ഞു പോയി കേട്ടോ. അതിൻ്റെ ബാക്കിൽ കണ്ട ഈ ഭാഗം. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഇതേപോലെ അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. നമ്മൾ ചെത്തി വൃത്തിയാക്കി എടുത്ത് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി എടുക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിടുക. അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കാച്ചിലെല്ലാം കൂടി ഒരു കുക്കറിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പുപൊടി ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അടച്ചതിന് ശേഷം ഒരു 3 വിസിലടിച്ചതിന് ശേഷം തുറക്കുക. അപ്പോൾ നമ്മുടെ കാച്ചിലൂടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചമ്മന്തി അരയ്ക്കാനുള്ള മുളക് കാന്താരി മുളക് കുറച്ച് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ചമ്മന്തി തയ്യാറാക്കാനുള്ള കാന്താരി, കൊച്ചുള്ളി, പുളി, ഉപ്പ്, മുളക് പൊടി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇടിച്ച് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്ത് നമ്മുടെ ചമ്മന്തി റെഡി. അപ്പോൾ നമ്മുടെ മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ആ കാച്ചിലൊരു ഇലയിലേക്ക് ഇതുപോലെ ഇട്ട് അതിൻ്റെ കൂടി കുറച്ച് ചമ്മന്തി കൂടി വെച്ച് ഒന്ന് കഴിച്ച് നോക്കുക. കിടിലൻ ടേസ്റ്റ് ആട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഐറ്റം കേട്ടോ. ടേസ്റ്റി ആൻഡ് ഹെൽത്തി ട്രഡീഷണൽ ഐറ്റം.